തൻ്റെ വേദനകൾക്കിടയിലും മറ്റുള്ളവരുടെ കണ്ണീർ കാണുന്ന ഒരു വലിയ ഹൃദയം. തനിക്ക് വേണ്ടി കരയുന്ന സ്ത്രീകളോട് അവിടുന്ന് പറയുന്നു, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. സഹതാപത്തേക്കാൾ ഉപരിയായി അനുതാപത്തിനാണ് ദൈവം മുൻഗണന നൽകുന്നതെന്ന് ഈ രംഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആത്മീയമായ ഉണർവില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് നാം യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ടത്. നമ്മുടെ കണ്ണുനീർ വെറും വികാരപ്രകടനമാകരുത്, അത് മാറ്റത്തിലേക്കുള്ള വഴിത്തിരിവാകണം. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴും സ്വന്തം ജീവിതത്തിലെ വീഴ്ചകളെ തിരുത്താൻ നമുക്ക് സാധിക്കണം. ഈശോ നൽകുന്ന ആശ്വാസം ലോകം നൽകുന്നത് പോലെയല്ല, അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ദൈവവഴിയിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ഈശോ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.